വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടും കൂടി വന്നപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന വേറൊരു കാര്യം, എന്നു മുതലാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എന്ന്. നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ, പക്ഷേ മുഴുവനായിട്ടും കേട്ടോ എന്നറിയില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ആ വീഡിയോസിൽ പറഞ്ഞ പല കാര്യങ്ങളും പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു, ഓക്കെ. ഇനി നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ആ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു ഇവാലുവേഷൻ റിസൾട്ട് വരാനുണ്ടോ? ഏതെങ്കിലും വിധത്തിലുള്ള ഗ്രേസ് മാർക്കുകൾ, NSS മാർക്കുകൾ, NCC മാർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇതെല്ലാം നിങ്ങൾ നോക്കണം. അതിനുശേഷം മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്ലൈ ചെയ്യാം, പക്ഷേ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വേറൊരു കാര്യമില്ല. വീണ്ടും നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നത്, നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ, മാക്സിമം 2-3 വീക്സിനുള്ളിൽ മാർക്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് തുടങ്ങിയ കാര്യങ്ങൾ വരും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് TC/CCയും കൈപ്പറ്റാം. അതിനുശേഷം പിറ്റേ ദിവസം എന്നാണോ നിങ്ങൾ ഫിസിക്കലി ഈ പറഞ്ഞ കാര്യങ്ങൾ കൈപ്പറ്റുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് 2 രീതി നമുക്ക് അപ്ലൈ ചെയ്യാം, ഒറിജിനലായിട്ടും അതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ എമർജൻസി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടും, അതുപോലെ തന്നെ പൈസയും കൂടുതലാണ്. ഓർഡിനറി എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, ലാഗാവും, പൈസയും കുറവാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഫിസിക്കലി മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്താൽ പോലും നമുക്കൊരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടും ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പലരും സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.